മറ്റേ എന്താണ് ഈ അൺറെസ്ട്രിക്റ്റഡ് വേരിയബിളിന്റെ കേസും കൂടെ ആഡ് ചെയ്യാം. അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ അത് മറ്റേ ടേബിളിലുണ്ട്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യുവലിന്റെ തിയറിയും ഡ്യുവലിന്റെ ഒരു പ്രോബ്ലം വന്നിട്ട് എന്താണ് ഒരു പ്രൈമൽ വന്നിട്ട് ഡ്യുവൽ എഴുതാൻ ചോദിക്കാം. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. അത് നാളെ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്യുവൽ സിംപ്ലക്സ് ഒരു സാധനമുണ്ട്. അത് ഈ സീരീസിന് നമ്മൾ ഇടുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ഇത് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നാളെയാണ്. അത് സെൻസിറ്റിവിറ്റി അനാലിസിസ് ആണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. ഷാഡോ പ്രൈസസ് പോലത്തുള്ള ടേംസ് ഉണ്ട്. അതുപോലെ എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്. ഇനി എ പാർട്ടിൽ എന്ന് പറയുന്നത് തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ പ്രിൻസിപ്പിൾസ് ഉള്ള ഇതും പിന്നെ ബേസിക്കലി ഈ സിലബസിനകത്ത് പറയുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഓവർവ്യൂ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അതായത് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ. ഫോർ എന്തൊക്കെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ അസംഷൻസ് എന്നുള്ള ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ഇക്വേഷൻസ് ലീനിയർ ആയിരിക്കും, ഈ കോഷ്യൻസ് ഇത് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതുപോലത്തുള്ള കുറച്ച് അസംഷൻസ് ഉണ്ട്. ബേസിക് ലീനിയർ ആൾജിബ്രയിലുള്ള കുറച്ച് അസംഷൻസ് തന്നെയാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതുപോലത്തുള്ള ഒന്ന് രണ്ട് തിയറി ക്വസ്റ്റ്യൻസ് ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നാളത്തെ ക്ലാസ്. നാളെ ടൈം ടേബിൾ പ്രകാരം എനിക്കൊന്ന് രാവിലെ ഉച്ചയ്ക്ക് ഓരോ ക്ലാസ് ഉണ്ട്. അപ്പം രാവിലെ സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഉച്ചയ്ക്ക് ബാക്കി സീരീസിനുള്ള ബാക്കി ജനറൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനുമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെനസ്ഡേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാന്ന് തോന്നുന്നു. ബിക്കോസ് എന്താണ് ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഐ മേ ബി റോങ്, നിങ്ങൾ അത് കൺഫേം ചെയ്യാം. വെനസ്ഡേ ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. വെനസ്ഡേ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LPP എങ്ങനെയാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് ഞാൻ ആദ്യം മുതലേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ ബേസിക്കലി ഇത് ചെയ്യുന്ന പ്രോസസ്സ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡയറക്റ്റ് എന്താണ് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള LPP ആണ് തന്നത്. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മളാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതേപോലത്തുള്ള കുറച്ച് എന്താണ് എക്സാമ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഞാൻ ഓൾറെഡി കുറെ സെറ്റ് ഓഫ് എന്ന് വെച്ചാൽ കുറച്ച് എന്താണ് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാം. ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല സീരീസിന് ചിലപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. എന്നിട്ട് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്തിട്ട് വേണം ചിലപ്പോൾ ഗ്രാഫിക്കലോ സിംപ്ലക്സോ ഒക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻ തിയറി റിട്ടേൺ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് മാത്തമാറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രാക്ടീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഞാൻ സമയം അനുസരിച്ച് ഞാൻ 3 പ്രോബ്ലം ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം ഞാൻ മൊത്തം PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അപ്പൊ പോയാലോ നമുക്ക് ക്ലാസ്സിലേക്ക്. റൈറ്റ്, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരിട്ട് എന്താണ് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബേസിക്കലി ഇത് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ആദ്യത്തെ മാത്രം ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ടാമത്തെ മുതൽ ഞാൻ കീവേഡ്സ് മാത്രം പിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ്, രേഷ്മ wishes to mix 2 types of food, P and Q, in such a way that vitamin contents of the mixture contain at least 8 units of vitamin A and 11 units of vitamin B. എന്നുവെച്ചാൽ രേഷ്മ ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. രേഷ്മ 2 ഫുഡാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് P എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡും 2 Q എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡ്. P എന്ന് പറയുന്നത് എന്തെങ്കിലും സാലഡ് ആണെന്ന് വിചാരിക്കുക, Q എന്ന് പറയുന്നത് എന്തെങ്കിലും മീറ്റ് ചേർന്ന സാധനമാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ എന്തെങ്കിലും അവിയൽ എന്ന് വിചാരിക്കുക. ഒന്ന് തോരൻ, ഒന്ന് അവിയൽ.
2 ടൈപ്പ് ഫുഡ്. അപ്പോ രേഷ്മ നോക്കുന്നത് എന്താണ്? രേഷ്മ നോക്കുന്നത് ഒന്നെന്ന് പറയുന്നത് 8 യൂണിറ്റ് വൈറ്റമിൻ എ ഉണ്ടായിരിക്കണം. അതാണ് മൊത്തത്തിൽ. അതായത് ഈ ഫുഡ് മിക്സ് ചെയ്തുണ്ടാക്കിയ പിയും ക്യൂവും കൂടെ മിക്സ് ചെയ്ത് അവിയലും തോരനും കൂടെ രണ്ടും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ കിട്ടണം. അതേപോലെ തന്നെ 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബിയും കിട്ടണം. ഇതാണ് ടാർഗറ്റ്. അപ്പോൾ പിയും ക്യൂ ഉണ്ടാക്കണം, അതിനകത്ത് 8 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ രണ്ടും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടാകണം, 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബിയും കിട്ടണം. ഇനി ഫുഡിന്റെ കോസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഫുഡ് പി കോസ്റ്റ് 60 per kg ആൻഡ് ഫുഡ് ക്യൂ 80 per kg. അത് എടുക്കുന്നതിന് മുമ്പ് ഇനി പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഫുഡ് പി കണ്ടെയ്ൻസ് 3 യൂണിറ്റ്സ് ഓഫ് per kg ഓഫ് വൈറ്റമിൻ എ. ഫുഡ് പിക്കകത്ത് 3 യൂണിറ്റ് വൈറ്റമിൻ എ ഉണ്ട്. ആൻഡ് 5 യൂണിറ്റ്സ് per kg ഓഫ് വൈറ്റമിൻ ബി. ഇതാണ് ഉള്ളത്. അതുപോലെ ഫുഡ് ക്യൂക്കകത്ത് എന്താണ് ഉള്ളത്? 4 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എയും 2 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. അപ്പൊ ഇതിനകത്ത് ഞാൻ വൈറ്റമിൻ എ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന ഇതിനകത്ത് 3 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആണുള്ളത്. അതേപോലെ ക്യൂ എന്ന് പറയുന്ന ഫുഡിനകത്ത് 4 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആണുള്ളത്. അപ്പോ രേഷ്മ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? വൈറ്റമിൻ എ വൈറ്റമിൻ ബിയും കിട്ടത്തക്ക രീതിയിൽ പിയും ക്യൂയും 2 ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഇതായിട്ട് വൈറ്റമിൻ എ എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു ടേബിളിനകത്ത് ഞാൻ എഴുതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ടേബിളിൽ എഴുതുമ്പോൾ പി എന്ന് പറയുന്ന ഫുഡിനകത്ത് 3 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ആണുള്ളത്. അപ്പൊ ഞാൻ 3 എന്ന് ഇതിനകത്ത് എഴുതി. 3 യൂണിറ്റ്സ് per kg, എല്ലാം per kg. ഞാൻ ഇനി per kg എന്ന് ഫുൾ പറയുന്നില്ല. അതേപോലെ ക്യൂവിനകത്ത് 4 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആണുള്ളത്. ക്യൂവിനകത്ത് 4 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ. ഓക്കെ, ഇനി പിയും ക്യൂവും കൂടെ ചേർത്ത് എത്ര യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ എ ആണ് വേണ്ടത്? അത് 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ആണ് വേണ്ടത്, പിയും ക്യൂവും കൂടെ ചേർത്ത്. അപ്പൊ ഇവിടെ 8 എന്ന് എഴുതി. ഞാൻ കളർ കോഡ് ചെയ്താണ് എഴുതുന്നത് കേട്ടോ, നിങ്ങൾക്ക് പിന്നെ നോക്കാൻ വേണ്ടിയിട്ട്. 8 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ. അതേപോലെ വൈറ്റമിൻ ബി രേഷ്മ ഇത് മിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പിക്കകത്ത് എത്ര വൈറ്റമിൻ ബി ആണ്? 5 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി ഉണ്ട്. 5 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. ക്യൂവിനകത്ത് 2 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി ആണുള്ളൂ. 2 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. 2 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. അപ്പൊ പിക്കകത്ത് 5 യൂണിറ്റ് ഇവിടുന്ന് വന്നു. ക്യൂവിനകത്ത് 2 യൂണിറ്റ്സ്. ക്യൂവിനകത്ത് 2 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി. മൊത്തത്തിൽ എത്ര വൈറ്റമിൻ ബി ആണുള്ളത്? 11 യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ബി ആണ് മൊത്തത്തിൽ വേണ്ടത്. 11 യൂണിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവർ പ്രോബ്ലം അല്ലെങ്കിൽ LPPയുടെ ഒരു എന്താണ് ഒരു ഫോർമുലേഷന്റെ ഒരു മണമൊക്കെ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡാറ്റ. ഇനി എന്താണ്? പിയുടെ കോസ്റ്റ് 60 per kg യും ക്യൂവിന്റെ കോസ്റ്റ് 80 per kg ആണ് എന്ന് ഇതിനകത്തുണ്ട്. എന്നിട്ട് എന്താണ്? ഡിറ്റർമിൻ മിനിമം കോസ്റ്റ് ഓഫ് ദ മിക്സർ. ഒരു സെക്കൻഡ് ബിലാൽ സാർ, ഞാൻ ക്ലാസ്സിലെ പിന്നെ വിളിക്കാം. ഓക്കെ, അപ്പൊ 60 പിയുടെ കോസ്റ്റ് 60 ആണ്. ഞാൻ കോസ്റ്റും കൂടെ താഴെ എഴുതാം. കോസ്റ്റ് നമുക്ക് വേറൊരു കളറിൽ എഴുതാം അല്ലെ. പിയുടെ കോസ്റ്റ് 60ഉം ക്യൂവിന്റെ കോസ്റ്റ് 80. പിയുടെ കോസ്റ്റ് 60, ക്യൂവിന്റെ കോസ്റ്റ് 80 per kg, എല്ലാം per kg. അപ്പൊ ഇതാണ് നമ്മുടെ മൊത്തം ഡാറ്റ. എന്താണ് ചെയ്യേണ്ടത്? മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും? പ്രോബ്ലം ഫോർമുലേഷൻ റൈറ്റ് സൈഡിലോട്ട് എഴുതാം. അപ്പൊ ആദ്യം മിനിമൈസ് ദ കോസ്റ്റ്. അപ്പൊ മിനിമൈസ് z ഈക്വൽ ടു, അപ്പോൾ 60യും 80യും ആണ് കോസ്റ്റ്. അപ്പൊ ബേസിക്കലി പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര പി എത്ര ക്യൂ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പി എത്രയാണ് എന്നുള്ളതിന് ഞാൻ x1 എന്ന് വിളിക്കുകയാണ്. x1 ആണ് പിയുടെ എണ്ണം, x2 ആണ് ക്യൂവിന്റെ എണ്ണം, അതായത് നമ്മുടെ ഡിസിഷൻ വേരിയബിൾ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് 60 പിയുടെ. അപ്പൊ 60x1 പ്ലസ് 80x2. ഇത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി, ഐ മീൻ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, എങ്ങനെ വേണം സച്ച് ദാറ്റ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് മിനിമം 8 ഉണ്ടാവണം, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് മിനിമം 11 ഉണ്ടാവണം. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതും? പിക്കകത്ത് 3 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ആണുള്ളത്. അപ്പൊ സബ്ജക്ട് ടു 3x1 പ്ലസ് 4x2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം 8, അറ്റ്ലീസ്റ്റ് 8 യൂണിറ്റ്സ്. അപ്പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പൊ മിനിമൈസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ ജനറലി എന്തായിരിക്കും? മിനിമം വാല്യൂ ആയിരിക്കും 8, അതിനേക്കാളും കൂടുതലായിരിക്കും എപ്പോഴും. അതേപോലെ വൈറ്റമിൻ ബിയോ, വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 11 ആണ്. അപ്പൊ 5 യൂണിറ്റ്സ് ഓഫ് എന്താണ് വൈറ്റമിൻ ബി ആണ് പിക്കകത്തുള്ളത്. അപ്പൊ x1 into 5 പ്ലസ് 2x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയായിരിക്കും? 11. അതാണ് രണ്ടാമത്തെ കൺസ്ട്രെയിന്റ്. പിന്നെ എന്താണ്, എപ്പോഴും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. x1, x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ LPP നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. കുറച്ച് സിമിലർ പാറ്റേൺ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഡാറ്റ ആയിരിക്കും, അത് പിക്ക് ചെയ്യുക. പിന്നെ എന്താണ് ഡിസിഷൻ വേരിയബിൾ എന്ന് നമ്മൾ പിക്ക് ചെയ്യുക. അപ്പോൾ എത്ര പി എത്ര ക്യൂ എന്നുള്ളതാണ് ഡിസിഷൻ വേരിയബിൾ. എന്തൊക്കെയാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് എന്നുള്ളത് പിക്ക് ചെയ്യുക. അതായത് എത്രയാണ് നമ്മുടെ ഓരോ കൺസ്ട്രെയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൊതുവെയുള്ള റിസോഴ്സ്. ഈ കേസിലാണെങ്കിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും ആണ് നമ്മുടെ ജനറൽ കൺസ്ട്രെയിൻസ്. 8 മിനിമം വിറ്റാമിൻ എ വേണം, 11 മിനിമം വിറ്റാമിൻ ബി വേണം. അപ്പൊ ഇത് ഓരോന്നും പിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് എടുത്തൊന്ന് മനസ്സിരുത്തി നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ ഇത്രയും എക്സ്പ്ലനേഷൻ ഇത് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന്? എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിച്ചോളൂ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു യെസ് ഒന്ന് ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്താൽ കൊള്ളാം. വീണ്ടും എക്സ്പ്ലനേഷൻ വേണ്ടവർക്ക് നോൺ അടിക്കാം, എന്നിട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ മടിയുള്ളവർക്ക് തംസ് അപ്പ് അടിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത് റൈറ്റ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കഴിയുന്നത്ര ആൾക്കാർ ഇത് നോക്കുക, അല്ലെങ്കിൽ ഇതിന് ശേഷം നോക്കുക. അപ്പം ഇപ്പൊ ചെയ്യേണ്ട വേണമെങ്കിൽ ഒരു ഐ ഗിവ് യു 5 മിനിറ്റ്സ്. ഇത് നിങ്ങളൊന്ന് എഴുതുക, ഒരു ബുക്കിലെടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതൊരു പേപ്പറിലൊന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതിന്റെ അടുത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 4 മണിക്ക് മുമ്പ് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം ക്ലാസ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ 3:33 3:38 വരെ നിങ്ങൾക്ക് ഇത് എഴുതാൻ സമയം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത 2 പ്രോബ്ലം കൂടി ഞാൻ പെട്ടെന്ന് 5 to 10 മിനിറ്റ്സ് തീർക്കാം. എന്നിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് 4 മണിക്ക് മുമ്പ് ചെയ്ത് തീർത്താൽ 4 മണിക്ക് നമുക്ക് പോവാം. ഇത് എഴുതുന്ന സമയത്ത് ആർക്കും എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. ചിലപ്പോൾ നിങ്ങൾക്കുള്ള അതേ ഡൗട്ട് തന്നെ മറ്റുള്ളവർക്കും കാണും. അതുകൊണ്ട് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ആ ചോദ്യം ഒന്ന് ചോദിച്ചേക്കുക.
5 മിനിറ്റ് സമയം വേണ്ടല്ലേ? 2 മിനിറ്റ് മതി, പെട്ടെന്ന് എഴുതിക്കോ. എന്നിട്ട് ഞാൻ അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തരാം. കുറച്ച് സമയം എന്നിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ സ്ക്രീൻ മാറ്റട്ടെ? കഴിഞ്ഞോ? കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി, കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ശ്രവൺ തംസപ്പ് അടിച്ച് കഴിഞ്ഞില്ല എന്നാണോ കഴിഞ്ഞെന്നാണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും കഴിഞ്ഞ് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഞാൻ വേണമെന്ന് പറയാം, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ 200 ഗ്രാമും 25 ഗ്രാമും 100 ഗ്രാമും 50 ഗ്രാമും ഒക്കെ ഉണ്ട്. ഇവിടെ കിലോ കണക്കിനാണുള്ളത്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ഒന്നിലും എല്ലാം കിലോയിൽ അങ്ങ് മാറ്റുക, അതായിരിക്കും എളുപ്പം. ഇപ്പൊ 200 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.2 കിലോഗ്രാം ആക്കാം. 25 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.025 കിലോഗ്രാം ആക്കാം. 100 എന്ന് പറഞ്ഞാൽ 0.1 കിലോഗ്രാം. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.05 കിലോഗ്രാം എന്ന് വെച്ചാൽ അങ്ങനെ കിലോഗ്രാംസിൽ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് എഴുതാം. ഓക്കെ, എന്നിട്ട് എന്താണ് അപ്പോ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഞാൻ കുറച്ച് സാധനങ്ങൾ വേണേൽ കളറിൽ അണ്ടർലൈൻ ചെയ്തിടാം, നിങ്ങൾക്കൊന്ന് കണ്ണിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടയ്ക്ക് റാൻഡമായിട്ട് ചോദിക്കും, അതുകൊണ്ട് എല്ലാരും ചെയ്ത് നോക്കുക. ഇപ്പൊ നേരത്തെ പ്രോബ്ലം ആയിട്ട് കളർ കോഡ് സിമിലർ ആണ്, എക്സെപ്റ്റ് ഫോർ ഓറഞ്ച് വേവി ലൈൻ. അത് വേറൊരു ഹിന്റിനാണ്. അത് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. യെസ്, ആരോ എന്തോ ചോദിക്കുന്നുണ്ടോ? അതിൽ അറിയാതെ കൈതട്ടി മൈക്കോ എന്നിട്ടാന്ന് തോന്നുന്നു. ഞാനിവിടെ ടേബിളൊക്കെ വരച്ചിട്ടേക്കാം ആ സമയത്ത്, എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് നമുക്ക് ഫില്ല് ചെയ്യിക്കാമല്ലോ.
ഓക്കെ, ആദ്യത്തെ ചോദ്യം ചോദിക്കാറായെന്ന് തോന്നുന്നു. ആരെയാ വിളിക്കണ്ട നമുക്ക്? നേരത്തെ അതുലിനെ തന്നെ വിളിച്ചേക്കാം. അതുൽ KP. ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. അതുൽ KP കേൾക്കാമോ? ഹലോ, അതുൽ KP. കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യുക. അതുൽ KP, നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ധൈര്യമായിട്ട് അറിഞ്ഞൂടെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ അവിടെ ഉണ്ടോ എന്തെങ്കിലും മിനിമം ഞാനൊന്ന് അറിയട്ടെ. അതുൽ KP സ്ഥലത്തില്ലെന്ന് തോന്നുന്നല്ലേ? അതുൽ KP. അടുത്ത ആളാര് വിളിക്കും നമുക്ക്? റാൻഡം. പ്രണവ് ഉണ്ടോ? പ്രണവ്. സാർ. യെസ്. അപ്പോ ആദ്യം നമുക്ക് ഈ 2 കോളത്തിൽ എന്ത് എഴുതണം? എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് പറയാമോ? സാർ, മാക്സിമൈസേഷൻ കണ്ടീഷൻ അനുസരിച്ച് 200 അത്രയും വേണ്ട. എന്റെ സ്ക്രീനിൽ നോക്കുക. അതായത് എന്താണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾ, എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ക്വസ്റ്റ്യനിൽ, അത് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഈ ടേബിളിൽ ഇവിടെ ഫില്ല് ചെയ്യേണ്ട സാധനം. സാറേ 5 1 അല്ല, അവിടെ നമ്പർ അല്ലല്ലോ. നമ്മൾ ടേബിളിൽ നേരത്തെ പിയും ക്യൂവും അല്ലേ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എഴുതിയത്. പിയും ക്യൂവിനും പകരം ഈ പ്രോബ്ലത്തിൽ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഞാൻ അവിടെ ഹിന്റിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞാലും മതി. നേരത്തെ പിനും ക്യൂവിനും പകരം സാറേ ഫ്ലോറും ഫാറ്റും അല്ലേ? ഫ്ലോറും ഫാറ്റും അല്ല. അടുത്ത ഓപ്ഷൻ പറയൂ. ഇവിടെ 2 ഫുഡാണ് ഉണ്ടാക്കുന്നത്, പിയും ക്യൂവും. ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? സാറ് ഉണ്ടാക്കുന്ന ഫുഡ് കേക്ക് ഫ്രം ഫ്ലോർ ആൻഡ് ഫാറ്റ്. അതെ, ഇവിടെ എന്താ എഴുതണ്ടേ? ഇവിടെ നേരത്തെ പിയും ക്യൂ ആയിരുന്നു ഇവിടെ എഴുതിയിരുന്നത്. ഇവിടെ എന്താ എഴുതേണ്ടത്? നമുക്ക് വേറെ ആളിലേക്ക്. ഓക്കെ, താങ്ക് യു. മനസ്സിലായില്ല സാർ. മനസ്സിലായില്ലേ? ഫൈൻ. ജിനുനാഥ് ഉണ്ടോ? ജിനുനാഥ്. ഇവിടെ എന്താ എഴുതണ്ടേന്ന് പറയാമോ? നേരത്തെ പിയും ക്യൂ ആയിരുന്നു നമ്മൾ എഴുതിയത്. ഇവിടെ എന്താ എഴുതണ്ടേ ഈ പ്രോബ്ലത്തില്? നമ്പർ ഓഫ് കേക്ക് ആണ്. ഏതാ? നമ്പർ ഓഫ് കേക്ക് ആണ്. നമ്പർ ഓഫ് കേക്ക് എന്നാണ് നമ്മൾ എഴുതുന്നത്. നമ്മളിവിടെ പിയും ക്യൂ എന്നല്ലേ എഴുതിയുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് എഴുതും? ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നോ? വായിച്ചു. ഒരു ഗസ് വരട്ടെ. നേരത്തെ ഫ്ലോറും ഫാറ്റും ആണെന്ന് പ്രണവ് പറഞ്ഞ അതല്ല. അടുത്ത ഗസ് വരട്ടെ. ഹിന്റും തരാം, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കേക്ക് 1 കേക്ക് 2 ടൈപ്പ് കേക്ക് ഉണ്ട്. 2 ടൈപ്പ് കേക്ക്. വെരി ഗുഡ്. കേക്ക് 1 കേക്ക് 2. ഓക്കെ, കേക്ക് 1 കേക്ക് 2. അത് നമുക്ക് ഒരു കളറിൽ കൊടുക്കാം. ഓറഞ്ച്. എവിടെ ഓറഞ്ച്? കേക്ക് 1. ഞാൻ കേക്ക് 1 എന്ന് എഴുതുന്ന കാണാവോ? കേക്ക് 2. ഓക്കെ, റൈറ്റ്. അപ്പോ അടുത്ത്, താങ്ക് യു. നമുക്ക് അടുത്ത ആളെ വിളിക്കാം. പ്രണവിന്റെ വക ഒരു കൺഗ്രാജുലേഷൻസും കിട്ടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ കിട്ടിയില്ലേ? സാർ മനസ്സിലായി. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് X1 X2 ഫ്ലോറും ഫാറ്റും, അതുപോലെ നമുക്ക് മറ്റു 2 കൺസ്ട്രെയിൻസിന്റെ കണ്ടീഷൻസ് ആണ്. X1 X2 ഫ്ലോറും ഫാറ്റും ആണോ നമുക്ക് അടുത്ത ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ ഒരാളെയും കൂടെ വിളിക്കാം. കാർത്തികേയൻ ഉണ്ടോ? കാർത്തികേയൻ. യെസ്. അപ്പോ പ്രണവ് ഇപ്പൊ രണ്ടാമത് പറയുന്നത് X1 X2 എന്ന് പറയുന്ന ഫ്ലോറും ഫാറ്റും ആണ്. ആണോ? ഓക്കെ,
ഞാൻ ഒരു ഹിന്റ് തരാം. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മളിവിടെ പിയും ക്യൂ എഴുതിയിട്ട് ഇതിന്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ x1ഉം x2ഉം നമ്മൾ എഴുതിയിരുന്നത്. ഇതാണ് ഹിന്റ്. അപ്പൊ ഇവിടുത്തെ x1 x2 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. കേക്ക് 1ഉം കേക്ക് 2 തന്നെ x1 x2 ആയിട്ട് എടുത്തൂടെ? അത് കേക്ക് 1ന്റെ എന്താണ് x1? ഫ്ലോറും ഫാറ്റും. അല്ല, ഒരു അവസരം കൂടെ തരാം. അടുത്ത ഗസ് വരട്ടെ. എണ്ണമാണ്. എത്ര എണ്ണം എന്ത് ആണ് എന്നുള്ളതാണ്. x1 എന്ന് പറഞ്ഞാൽ എന്തിന്റെ എണ്ണം എന്നുള്ളതാണ് ചോദ്യം. നമ്പർ ഓഫ് കേക്ക്സ്. നമ്പർ ഓഫ് കേക്ക്സ്. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 എന്ന് പറഞ്ഞാൽ x1 ധൈര്യമായിട്ട് പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. x1 എന്ന് പറഞ്ഞാൽ കേക്ക് 1 നമ്പർ ഓഫ് കേക്ക്സ്. അതിന്റെ നമ്പർ ഓഫ് കേക്ക് 1, എത്ര കേക്ക് 1 വേണം എന്നുള്ളതാണ് x1. അപ്പൊ x2 എന്ന് പറഞ്ഞാലോ? പറഞ്ഞോളൂ, അതും കൂടെ പറഞ്ഞു തീർത്തോളൂ. അടുത്ത ചോദ്യം അടുത്ത ആളുടെ അടുത്ത് വെക്കാം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമില്ല. പറഞ്ഞാ തെറ്റുമോ? ധൈര്യമായിട്ട് തെറ്റിച്ചിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. സാർ, അതും കേക്കിന്റെ നമ്പർ ഓഫ് കേക്ക്സ് ആയിരിക്കും x2-ലും. ഏത് കേക്ക്? എത്ര കേക്ക് ഉണ്ട് ഇവിടെ? എത്ര ടൈപ്പ് കേക്ക് ഉണ്ട്? 2 ടൈപ്സ് കേക്ക് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 ടൈപ്പ് കേക്ക്. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കേക്ക് 1ന്റെ എണ്ണം. അപ്പൊ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? കേക്ക് 2ന്റെ എണ്ണം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഡിസിഷൻ വേരിയബിൾ. x1 എന്ന് പറഞ്ഞാൽ എത്ര കേക്ക് 1 എത്ര? കേക്ക് 1 എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കേക്കാന്ന് വിചാരിക്കുക. കേക്ക് 2 എന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ച് എന്ന് വിചാരിക്കുക. എത്ര ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം, എത്ര ബട്ടർ സ്കോച്ച് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തത് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം, ഈ 2 സ്ഥലത്ത്. അപ്പൊ ആരോടാണ് അടുത്ത് ചോദിക്കേണ്ടത്? നമുക്ക് ദിയ കൃഷ്ണ അടുത്ത് ചോദിക്കാം അല്ലെ? ദിയ കൃഷ്ണ എന്നൊന്ന് ആദ്യം വന്നു ഈ ക്ലാസ്സിൽ. ഇവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത് ഈ സ്ഥലത്ത്? നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ വേണേ കാണിക്കാം. ഇവിടെ വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും ആണ് നമ്മൾ എഴുതിയിരുന്നത്. അപ്പൊ ഇവിടത്തെ കേസിൽ ഈ 2 സ്ഥലത്ത് എന്താ എഴുതേണ്ടത്? അവിടെ ഫ്ലോറും ഫാറ്റും വരും. ഫ്ലോറും ഫാറ്റും വരും. കൊള്ളാം. അപ്പം നമുക്കത് എഴുതാം. ഫ്ലോർ, ഇവിടെ താഴെ ഫാറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം. അടുത്തത് ആരെയാണ് ചോദിക്കേണ്ടത്? നമുക്ക് ആദ്യം അമൽ എസ് ഉണ്ടോ? അമൽ എസ്. ഹലോ ഹലോ ഹലോ. ഉണ്ട് സാർ. ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത് ഈ കോളത്തില്? അത് ഫ്ലോറിന്റെ 200 ഗ്രാം ഫ്ലോർ. നമ്പർ പറഞ്ഞു. നമ്പർ 200 ഗ്രാം ഫ്ലോർ. അത് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയപ്പോൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്ത് പറഞ്ഞോളൂ. 0.2 കിലോഗ്രാം. 0.2 കറക്റ്റ്. ഞാൻ കളർ കോഡ് 0.2 നമ്മൾ എഴുതി പോലെ അത് ഫുൾ തീർത്തിട്ട് പോവാം. ഇവിടെ എന്താ എഴുതണ്ടേ? ഇവിടെ അത് അനദർ കേക്കിന്റെ ഫ്ലോർ 0.1 കിലോഗ്രാം. 0.1. അപ്പൊ ആദ്യത്തെ 0.2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്നു. രണ്ടാമത്തെ 0.1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്നു. രണ്ടാമത്തെ കേക്ക് 2ന്റെ എത്ര ഫ്ലോർ വേണമെന്നുള്ള ആ കൺസ്ട്രെയിന്റിന്റെ റോ ആണത്. അപ്പൊ അവിടെ 0.1 എഴുതട്ടെ? യെസ്. ഇനി താങ്ക് യു. ഇനി അടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം. അടുത്ത ആരാണുള്ള? സൂര്യ ഉണ്ടോ? സൂര്യ. സൂര്യ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യും. നമുക്ക് 4 മണിക്ക് പോകണ്ടേ? എനിക്ക് ട്രെയിൻ ഉള്ളതാണ്. സൂര്യ
ഹലോ സൂര്യ ഇല്ലേ? ആ എവിടെ പോയി? ഓക്കെ, ഇവിടെ എന്താ എഴുതണ്ടേ ഈ റൈറ്റ് സൈഡില്? നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കണോ? ഹിന്റ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റോയിൽ വിറ്റാമിൻ എ ആയിരുന്നു, ഇവിടെ 3 എഴുതി, ഇവിടെ 4 എഴുതി, ഇവിടെ 8 എഴുതി. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഫ്ലോർ ആണ്, ഇവിടുത്തെ 200 ഗ്രാം ഫ്ലോർ കേക്ക് 1ന്റെ 0.2 എന്ന് എഴുതി, 100 ഗ്രാം ഓഫ് ഫ്ലോർ 0.1 എന്ന് എഴുതി. ഇവിടെ എന്താ എഴുതേണ്ടത്? അല്ല, അവിടെ എന്ത് നമ്പറാ ഫില്ല് ചെയ്യേണ്ടതെന്ന്? നമ്മൾ നേരത്തെ എഴുതിയത് ഫുൾ നമ്പേഴ്സ് അല്ലേ? ഇവിടെ എല്ലാം കംപ്ലീറ്റ് നമ്പേഴ്സ് ആണ്. ആ നമ്പർ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇത് ചുമ്മാ ഒരു ഗസടി. ആകെ കുറച്ച് നമ്പർ അല്ലേ ഉള്ളൂ. 200, 25, 100, 50, 5, 1. ഹിന്റിന് വേണ്ടി കുറെ കളർ കോഡിങ്ങും ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ടൊരു ഗസടി. 0.25 അല്ല, ഒരു ചാൻസ് കൂടെ തരാം. തീർച്ചയായിട്ടും. ഹിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കളർ കോഡ് ചെയ്തിട്ടുണ്ട്. ആ 5. ഓക്കെ, ഇത് ശരിയാണോ നമുക്ക് വേറൊരാളുടെ ചോദിക്കാം അല്ലെ? ആരുണ്ട്? നീരജ് ഉണ്ടോ? നീരജ്. താങ്ക് യു സൂര്യ. നീരജ്. ഹലോ നീരജ്. എല്ലാരും പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാൻ റെഡി ആയിരുന്നു കേട്ടോ. നമുക്ക് 4 മണിക്ക് അറ്റൻഡൻസ് കൂടെ എടുത്തിട്ട് പോകേണ്ടതാണ്. ഹലോ 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 നീരജ്. നീരജ് സ്ഥലത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അടുത്ത ആളിലേക്ക് പോകല്ലേ. നീരജ്. അടുത്ത ആളാണ് ഗൗതം. ഗൗതം. യെസ് ഗൗതം പറഞ്ഞോളൂ. ഈ 5 ശരിയാണോ? ഗൗതമിന്റെ മൈക്ക് അൺമ്യൂട്ട് ടൈപ്പ്. 5 അല്ലേ? കേട്ടില്ല. അല്ല 5 അല്ലേ? ആണോ? ശരിയാണോന്നാ ചോദ്യം. ടോട്ടൽ എമൗണ്ട് തന്നേക്കുന്നത് അല്ല, 2 ശരിയാണോ അല്ല യെസ് കേക്കിനൂടെ. ഓർണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരിയാണോ തെറ്റാണോ? യെസ് ശരിയാണ്. അപ്പൊ അതും ശരിയാണ്. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ന് വെച്ചാൽ 5 കിലോഗ്രാം മാവാണ് നമ്മുടെ കയ്യിലുള്ള 5 കിലോഗ്രാം ഫ്ലോർ. അപ്പൊ കേക്ക്, ഒരു ആദ്യത്തെ കേക്ക് ചോക്ലേറ്റ് കേക്ക്, കേക്ക് 1 വരെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് എന്ന് വിളിക്കാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ 200.2 കിലോഗ്രാം വേണം. രണ്ടാമത്തെ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 100 ഗ്രാം 0.1 കിലോഗ്രാം വേണം മാവ്. മൊത്തം 5 കിലോ മാവുണ്ട്. എത്ര ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, എത്ര മറ്റേ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇത്രയും 5 കിലോ മാവിൽ എന്നുള്ളതാണ് ഈ ആദ്യത്തെ കൺസ്ട്രെയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആരെയാണ് വിളിക്കേണ്ടത്? അപ്പൊ താങ്ക് യു. അടുത്ത നമുക്ക് താഴെ അവസാനം വിളിക്കാം അല്ലേ? ശരൺ ഉണ്ടോ? ശരൺ. ഞാൻ 5 വരെ എണ്ണും, അതിനു മുമ്പ് അൺമ്യൂട്ട് ചെയ്തോണം. ശരൺ ഉണ്ടോ? യെസ് പറഞ്ഞോളൂ. ഈ കോളത്തിൽ എന്താണ് ഫിൽ ചെയ്യേണ്ടത്? 100 ആണോ? നമ്മൾ 0.1. ഓക്കെ, ഞാൻ എഴുതാം, എന്നിട്ട് നമുക്ക് വേറൊരാളുടെ അടുത്ത് അഭിപ്രായം. ഇവിടെ 0.1 ആണോ എഴുതേണ്ടത്? കറക്റ്റ് ആണോ? 0.025. ശരി, 0.025. അടുത്ത ഇതിൽ എന്താണ് എഴുതേണ്ടത്? ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ 0.05. അടുത്തത് ഇവിടെ എന്താണ് എഴുതേണ്ടത്? അതും കൂടെ പറഞ്ഞോളൂ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരാളുടെ അടുത്ത് വെച്ചേക്കാം. 1.
ഓക്കെ, അപ്പൊ താങ്ക് യു. ഇനി ആരോടാ ചോദിക്കുന്നത്? നമുക്ക് ഋഷിയുടെ ചോദിക്കാം അല്ലേ? ഋഷി, Yes, sir. ഈ റോ ശരിയാണോ? ഫാറ്റിന്റെ റോ Yes, sir. 0. അല്ല 0. Yes, sir. ശരിയാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ഫാറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 0.025 കിലോ, 25 ഗ്രാം വേണം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ. 1 കേക്ക് ഉണ്ടാക്കാൻ 50 ഗ്രാം വേണം ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ. അപ്പൊ 1 കിലോ മൊത്തം ഫാറ്റ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? രണ്ടും ചോക്ലേറ്റ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, ബട്ടർ സ്കോച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ റോ അവിടുത്തെ കൺസ്ട്രെയിന്റ് നമുക്ക് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ കഥ തീർന്നില്ല. ഓക്കെ, അപ്പൊ താങ്ക്സ്. നമുക്ക് ഒരാളുടെ അടുത്തും കൂടെ പോകാമല്ലോ. മുഹമ്മദ് ഹുസൈൻ, Yes, sir. നമ്മുടെ ലാസ്റ്റ് റോയിൽ എന്താണ് എഴുതേണ്ടത്? അതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇവിടെ എന്താണ് എഴുതേണ്ടത്? ആദ്യം ഇവിടെ എന്താണ്? ഇവിടെ എന്താണ് എഴുതാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇവിടെ എന്താണ് എഴുതേണ്ടതെന്ന് പറയോ? നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. നേരത്തെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ 60, ഇവിടെ 80 എഴുതിയിരിക്കുന്നത്, ഇവിടെ ഈ 60, 80. അപ്പൊ ഇയാൾ എഴുതിയത് എന്താണ്? ഇവിടെ 1ഉം ഇവിടെ 1ഉം ആണോ? അതാ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ 1 എഴുതാം. ഇവിടെ എന്താ എഴുതണ്ടേ? ഇവിടെ എന്താ എഴുതിയേ? അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ദാറ്റ്സ് എ വെൽ ആൻഡ് ഗുഡ് ആൻസർ. കുഴപ്പമില്ല, നമുക്ക് വേറൊരാളുടെ അടുത്ത് ചോദിക്കാം ഇത് ശരിയാണോന്ന്. ആരെടുത്താ നമുക്കൊന്ന് ചോദിക്കുന്നത്? അശ്വിൻ ഉണ്ടോ? അശ്വിൻ, ഇത് ശരിയാണോ? 1ഉം 1ഉം? ഇവിടെ എന്ത് എഴുതണം അത് പറയുന്ന? എന്താ നമുക്ക് വേണ്ടത്? ഹിന്റ് ഉണ്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹിന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് ആണ്. ഇവിടെ ആക്ച്വലി നമ്പർ ഓഫ് കേക്ക്സ്, എത്ര കേക്ക് എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നമ്പർ ഓഫ് കേക്ക്സ്. ഈ ടേബിൾ എഴുതുക എന്നുള്ള ഒരു നിർബന്ധ കാര്യമൊന്നുമല്ല. ഇത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ മറ്റേത് എഴുതാം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഈ ടേബിൾ എഴുതണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിന്റ് ഒക്കെ എഴുതാം. പക്ഷെ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻസൈറ്റ് കിട്ടും. ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ അപ്പൊ ടേബിൾ കിട്ടി. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം എഴുതാം. അപ്പൊ നമുക്ക് that's a very good question. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഫ്രം 5 kilogram flour and 1 kilogram of fat, assuming that there is no shortage of any other ingredients to make the cake. ഇതാണ്. അപ്പം എത്ര കേക്ക് ആണ് ടോട്ടൽ വേണ്ടതെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾ എന്താണ്? x1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേക്ക് 1 അല്ലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ചോക്ലേറ്റ് കേക്ക്. x2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് കേക്ക് 2, എത്ര ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പോ നമ്പർ ഓഫ് കേക്ക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? നമ്പർ ഓഫ്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് x1 plus x2. x1 plus x2. അതാണ് x1 plus x2. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാക്സിമൈസ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് മാക്സിമം കിട്ടത്തക്ക രീതിയിൽ ഈ 5 കിലോഗ്രാം ഫ്ലോറും 1 കിലോഗ്രാം ഫാറ്റും മാക്സിമം ഉപയോഗിച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് കേക്ക്സ് എടുക്കുക. അപ്പം ഇവിടെ നമ്പർ ഓഫ് കേക്ക്സ് ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എഴുതാം. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കേക്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? x1 plus x2. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? മാക്സിമൈസ് x1 plus x2. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്തായി? ഇവിടുത്തെ 1, ഇവിടുത്തെ 1. ഓക്കെ ആണോ? ഹലോ, പോയാ? Yes, sir. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതിയിട്ട് നമുക്ക് പോകാം അല്ലെ? എന്റെ സ്പെസിഫൈഡ് ടൈം ഞാൻ പറഞ്ഞു തീർന്നു. അപ്പം ആദ്യത്തെ നമുക്ക് ആരെ വിളിക്കണം? നോയൽ ഉണ്ടോ? നോയൽ. Yes, sir. ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ? Maximization. മാക്സിമൈസേഷൻ. അപ്പൊ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറഞ്ഞോളൂ. മാക്സിമൈസ് x1 plus x2. z equal to x1 plus x2. ഓക്കെ,
താങ്ക്സ്. അപ്പൊ അടുത്ത ആളാരെ വിളിക്കും? ഋഷികേഷ് ഉണ്ടോ? ഋഷികേഷ് ഉണ്ടോ? ഋഷികേഷ് സബ്ജക്റ്റ് പറഞ്ഞോളൂ. ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എന്താണ്? 0.2x1 0.2x1 പ്ലസ് 0.1x2 0.1x2 ലെസ് ദാൻ ആണോ? greater than or equal to 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിലോയേ ഉള്ളൂ. കേക്ക് 2 ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് 5 കിലോ ഫ്ലോറിനെക്കാളും കൂടണമെന്നാണ് ഇയാൾ ഒന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് രണ്ട് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് 6 കിലോ മാവ് ഉപയോഗിക്കാൻ പറ്റുമോ? ആകെ 5 ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എപ്പോഴും റൈറ്റ് സൈഡിൽ നമുക്ക് റിസോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ കേസിൽ മാവാണ്. അത്രയേ മാക്സിമം അത്രേ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഗ്രേറ്റർ ദാൻ്റെ വലിയ വാ എന്ന് പറയുന്നത് 5-ലായിരിക്കണം എന്നുള്ളതാണ് എന്റെ കഥ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇതിനേക്കാളും പുറമെ ഇത് നമുക്ക് മാവ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സംഭവം. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ കൺസ്ട്രെയിന്റ്. ഇനി അടുത്ത കൺസ്ട്രെയിന്റ് ആരാണ് പറയുന്നത്? അശ്വിൻ ഉണ്ടോ? അശ്വിൻ ഉണ്ട്. രണ്ടാമത്തെ കൺസ്ട്രെയിന്റ് പറഞ്ഞോളൂ. 0.025x1. നമുക്ക് കളർ കൂടിയല്ലേ? 0.025x1 പ്ലസ് 0.05x2 0.05x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇത് ഫോർമുലേഷൻ പൂർത്തിയാവാൻ? അശ്വിൻ തന്നെ പറഞ്ഞോളൂ, നമുക്ക് സമയമില്ലാത്തോണ്ട്. x1 x2 x1 x2 greater than or equal to 0. greater than or equal to 0. കറക്റ്റ് ആണ്. x1 x2 greater than or equal to 0. കേക്ക് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, മാക്സിമം 0 ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫോർമുലേഷൻ. ഇനി ഇത് ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യൂ എന്നാണ് ചോദ്യമെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്കിത് സ്കെയിൽ ചെയ്യാം കേട്ടോ. ഈ ഓരോ റോയും നമുക്ക് ഏതെങ്കിലും കോൺസ്റ്റൻസ് വെച്ച് നമുക്ക് റോ ഓപ്പറേഷൻസ് ചെയ്ത ശേഷം നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇത് മാക്സിമൈസ് z equal to x1 plus x2 സബ്ജക്ട് ടു. ഓക്കെ, ആദ്യത്തെ ഞാൻ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ആദ്യത്തെ കൺസ്ട്രെയിന്റ്. അപ്പൊ 2x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് നമുക്ക് കിട്ടി, മൾട്ടിപ്ലൈ വിത്ത് 10. അപ്പോ കൺസ്ട്രെയിന്റ് 1 റോ 1 ഞാൻ എഴുതാം കേട്ടോ, ഇൻറ്റു 10, സ്ഥലമില്ലാത്തതുകൊണ്ട്. അല്ല, റോ 2 ഇൻറ്റു നമുക്ക് വേണമെങ്കിൽ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. റോ 2 ഇൻറ്റു 40. 0.25 ഇൻറ്റു x1 എന്ന് പറയുമ്പോൾ എത്ര? x1 പ്ലസ് 0.05 എന്ന് പറഞ്ഞാൽ 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ റോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഒരു ഇൻറ്റിജർ സാധനമൊക്കെ ആക്കിയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ മെത്തേഡ്. ഇത് വായിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതേപോലെ 10 ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോന്നോരോന്നും ചെയ്യുക. അപ്പോ ഇതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് മാത്രം ഞാൻ ഒരു കാര്യം ഒന്ന് പറയാം. ഇത്രയും മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളെന്ന് വിചാരിക്കുക. ഈ ബോക്സിനകത്ത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. എന്നിട്ട് ഫോർമുലേറ്റ് ദ LPP എന്നാണ് വിചാരിക്കുക. ഫോർമുലേറ്റ് LPP എന്നാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. നോർമൽ കൺസ്ട്രെയിൻസ് ഒക്കെ ലെസ് ദാൻ ഗ്രേറ്റർ ദാനോ എന്താന്ന് വെച്ചിട്ടിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 1 ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1 എന്ന് വെച്ചാൽ വാട്ട് നമ്പർ ഓഫ് റാക്കറ്റ്സ് ആൻഡ് ബാറ്റ്സ് മസ്റ്റ് ബി മെയ്ഡ് ഇഫ് ദ ഫാക്ടറീസ് വർക്ക് അറ്റ് ഫുൾ കപ്പാസിറ്റി. അത് ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രെയിൻഡ് എല്ലാം റൈറ്റ് സൈഡിലെ റിസോഴ്സ് ഈക്വൽ ടു ആയി മാറും. ഫുൾ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം റിസോഴ്സ് ഉപയോഗിച്ചോണോന്നാ പറയുന്നത്. ഇവിടുത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എത്രയാണ്? മെഷീൻ ടൈം
ആണ് ഇവിടുത്തെ റിസോഴ്സ്. 2 മെഷീൻസ് ഉണ്ട്. ഒന്ന് 42 hours അവൈലബിൾ ആണ്. രണ്ടാമത്തെ ക്രാഫ്റ്റ്സ്മാൻസ് ടൈം ഉണ്ട്, അത് 24 hours അവൈലബിൾ ആണ്. അപ്പം ഈ മെഷീന്റെ ടൈം 42 മുഴുവൻ ഉപയോഗിക്കണം, ഈക്വൽ ടു 42 എന്ന് നമ്മൾ എഴുതണം. രണ്ടാമത്തെ മെഷീൻ വർക്ക്സ്മാൻ, എല്ലാവരെയും പണിയെടുപ്പിക്കണം, ഒരാളെ പോലും വെറുതെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ ക്രാഫ്റ്റ്സ്മാൻസ് ടൈമും 24 hours ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഉപയോഗിക്കണമെങ്കിൽ ഈക്വൽ ടു 24 എന്നുള്ളത് ആയിരിക്കും കൺസ്ട്രെയിന്റ് വരുന്നത്. ഓക്കെ, ഈ ഒന്നാമത്തെ പാർട്ടിന്റെ സാധനം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ അതും ചെയ്യുക. ബാക്കിയെല്ലാം ഇതേപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഇത്ര എഴുതിയത് ഞാനൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഫോർമുലേഷൻ, നോർമൽ ഫോർമുല. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചെയ്യാം. ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് വിടാം. എടുക്കുന്നവർക്ക് ലീവ് ചെയ്യാൻ കേട്ടോ. ഞാനിതൊന്ന് എക്സ്പോർട്ട് ചെയ്തോട്ടെ, ഒരു 2 minutes കൂടി. എക്സ്പോർട്ട്. One second. LPP formulation. ഓക്കെ, അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അറ്റൻഡൻസ് 4:08 ആയല്ലേ? ഓ മൈ ഗോഡ്, സോറി. അറ്റൻഡൻസ് നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂ. നമ്പർ 1 ഏബൽ ഉണ്ടോ? present. അഭയ് 2, അഭിജിത്ത് എ ഉണ്ടോ? 3 ഉണ്ടോ? ആബ്സെന്റ്. 4 അഭിഷേക്. 5 ആദർശ്. 6 ആദിൽ. 7 തിരിച്ച് നമ്പർ പറഞ്ഞത്. ഈ പ്രസന്റ് സാർ എന്ന് കേൾക്കുന്നത് ഭയങ്കര ബോറ്. 8 9. നിങ്ങൾ ഇച്ചിരി നേരത്തെ ഒന്ന് ഒരു 5 നമ്പർ മുമ്പ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. 9 10 11 കേട്ടു 11 12 13 14 ഉണ്ടോ? 12 പോലെ വെയിറ്റ്. ഞാൻ വിളിച്ചിട്ട് വിളിച്ചാൽ മതി. 11 ഉണ്ടോ? 11 ഉണ്ട്. 11 12 ഉണ്ട് സാർ. 13 14 15 16 17 18 19 19 ഞാൻ പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. 20 21 22 23 24 25 26 26ന്റെ മൈൻഡ് ഇപ്പൊ ശരിയായ സാർ അപ്പൊ പുറത്തേന്. അപ്പൊ പുറത്തായിരുന്നല്ലേ? കുഴപ്പമില്ല. 27 27 28 29 29 30 31 31
31, 31. Okay, 31. 32, 32. 33, 33. 34, 34. 35, 35. 36, 36. 37, 37. 38, 38. 39, 39 absent, 40, 40. 41, 41. 42, 42. 43. 43. ഈ പറഞ്ഞവർക്ക് പോവാം കേട്ടോ. 44, 44, sir. 45, 45. 46, 46. 47, 47. 48, 48. 49, 49 absent, 50, absent, 51, 51. 52, 52. 53, 53. 54, 54. 55, 55. 56, 56. 57, 57. 58, 58, sir. 58. 59, 59 absent വേണം. 60, Sir, 60. 61, Sir, 61. 62, 62. 63, 63. 64, Present, sir. 65, 65. 66, 66. 67, 67. 68, 68. 69, 69. 70, 70. 71, 71. 72, 73, 74. 72. 73 ഉണ്ടോ? 73 ഉണ്ട്, sir. 74 ഉണ്ടോ? 74 ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. നാളെ കാണാം. ഇപ്പോ ശരി.